ലിറ്റിൽ വേൾഡിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും അധികം ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നാട്ടിലൊക്കെ കുറെ കറങ്ങിയതിന്റെ ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ബോറടിച്ചിട്ട് ഒരു പാർക്കിലേക്ക് പോവാണ്. ഷാർജയിലത്തെ അൽ ഫൈഹ പാർക്ക് എന്ന് പറഞ്ഞ ഒരു കിടിലൻ പാർക്കാണത്. പിന്നെ ലേശം ചൂടൊക്കെ ഉണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. എന്തൊക്കെയാലും കുറച്ചേരം ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യാമല്ലോ. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ? നാട്ടിൽ നിന്നൊക്കെ എങ്ങോട്ടാ പോകണ്ടെന്ന് ഇവളോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉത്തരവുള്ളവർക്ക് പാക്കാന്ന് പറയുന്ന പാർക്കിനെയാണ്. ഇതിപ്പോൾ പറഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയത് അവളുടെ സന്തോഷം നിങ്ങൾ കാണുന്നില്ലേ? അച്ഛൻ കാർ എടുക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോഴേക്കും ഞങ്ങൾ ബോളായിട്ട് കളിക്കാൻ തുടങ്ങി. ഇത് ഞാൻ പാർക്കിലേക്ക് കൊണ്ടുപോകാത്ത ബോളാണ്. ഇവള് ബോൾ കണ്ടപ്പോൾ തുടങ്ങിയതാണ് കളിക്കാൻ. ഇവൾക്ക് ആരെങ്കിലും കൂട്ടുള്ളത് നല്ല ഇഷ്ടമാവും. കൂട്ടുണ്ടെങ്കിൽ കളിക്കാൻ എൻ്റെ കൂടെ കളിക്കാൻ അവൾക്ക് നല്ല ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് മൂക്കിലും വായലൊക്കെ നല്ല തട്ട് കിട്ടുന്നുണ്ട് അവളുടെ റിയൽ കാരണം. എൻ്റെ മൂക്കൊക്കെ മറ്റേ ചൊവ്വിക്കുമ്പോൾ മൂക്കിലൊക്കെ തട്ടിയിട്ട്. ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 1 കിലോമീറ്റർ തികച്ചായിട്ടില്ല. പാർക്കിലേക്ക് ഇനിയും ദൂരമുണ്ട്. ഈ പാർക്കിനെ പറ്റി പിന്നെ പറയുകയാണെങ്കിൽ പാർക്കിങ്ങിന് ഫീസും ഇല്ല, പിന്നെ അധികം തിരക്കും ഇല്ല. അതുകൊണ്ട് നല്ല സുഖമാണ് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ. അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. സിങ്ങൊന്നും കിട്ടാൻ പണില്ല. ഞാൻ പിന്നെ സിങ്ങിൻ്റെ ആളാണ്. പിന്നെ ഈ പാർക്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയൊന്നുമില്ല. പുല്ലും പിന്നെ റബ്ബർ കട്ടയൊക്കെ വെച്ച് നിറച്ചിട്ടുള്ള ഒരു പാർക്കാണ് അത്. ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സന്തോഷ വാർത്ത കിട്ടി. നല്ല കിടിലൻ ബ്ലോക്കാണ് ഗൈസ്. ഈ ഈവനിങ് ടൈം ആയതുകൊണ്ട് ആൾക്കാർ ജോബ് കഴിഞ്ഞ് വരുന്നതും ഇറങ്ങാൻ പോകുന്ന ടൈമും ഒക്കെ ഈവനിങ് ടൈമാണ്. അതുകൊണ്ട് നല്ല എമൗണ്ട് തിരക്കായിരുന്നു. പക്ഷെ ഈ പാർക്കിനെ പറ്റി മിക്ക ആൾക്കാർക്കും അറിയില്ല. കളറ് പിന്നെ യെല്ലോ കളറ് പിന്നെ ഏതാണ് പറഞ്ഞത് ക്രീം കളറ്, ഗോൾഡ് കളറ്, പിന്നെ ഇത് പർപ്പിൾ കളറ് പാറു എന്താ ഇവിടെ കാണണേ? ഇവിടെ
അപ്പൊ ഞങ്ങൾ പാർക്കിലെത്തി. കാണാനാണ് പാർക്ക്. ഈ പാർക്കിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറേ നേരം കളിക്കാനും പറ്റും. പിന്നെ ഈ പാർക്കിന് ഫീസില്ല, പാർക്കിംഗ് ഫീസും ഇല്ല. അതുകൊണ്ട് സുഖമാണ്, ലാഭമാണ്. ഇതൊരു വലിയ പാർക്കാണ്. ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പാർക്കാണിത്. നമ്മളിപ്പോൾ പാർക്ക് പാറക്കുട്ടി പാർക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ മൂടാണ് ഗൈസ്. ഓട്ടി നടന്ന് എന്താ ചെയ്യുന്നറിയാണ്ട മറ്റേ നല്ല രസമാണ് കാണാൻ. മര്യാദക്ക് പിടിച്ചു നടന്നില്ലെങ്കിൽ അവള് വീഴും. എന്നെ വലിച്ചോ. പറഞ്ഞ പോലെ തന്നെ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. ഇതാ കണ്ട പാർക്കുട്ടീനെ കണ്ട. ഇതാണ് പാർക്കിൽ വന്നവിടെ മെയിൻ പ്രശ്നം. സിങ് കണ്ടാൽ പിന്നെ അവിടെ നിന്ന് മാറില്ല. അതുകൊണ്ട് ഞാനും അത് തന്നെയാണ് സ്വഭാവം. കാരണം സിങ് എന്ന് വെച്ചാൽ ഒരു അഡ്വഞ്ചർ തന്നെയല്ലേ. വയറ് കാളും ഏറ്റവും ബാക്ക് പോയിട്ട് ഇങ്ങനെ വരുമ്പോൾ. ആദ്യം ഞാൻ അവളെ ആട്ടി കൊടുത്തിട്ട് വേണം ഞാൻ ഇരിക്കാൻ. അമ്മേച്ചനും അവിടെ ഉണ്ട്. സ്പീഡ് കുറഞ്ഞ അപ്പം വിളിക്കുക അച്ചാ അച്ചാ ആട്ടാ ആട്ടാന്ന് പറഞ്ഞിട്ട്. സ്പീഡ് കുറയാതിരിക്കും. അതാണ് മനസ്സിലാക്കുക. ഈ പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെയാണ് ഇത്രയും സ്പീഡിലാണ് പറയണമെന്ന്. എനിക്ക് പോലും ഈ പ്രായത്തിൽ ആ സ്പീഡിലൊന്നും ആടിക്കഴിഞ്ഞാൽ ഞാൻ കരയും. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ.
ഈ പാർക്കിൽ ഇതുപോലുള്ള സൈക്കിൾസും പിന്നെ കുട്ടി കുട്ടി കാറൊക്കെ ഉണ്ട്. ഇതിന് പേ ചെയ്യണം. ഇവിടെ കുട്ടികൾക്ക് വെച്ച കാറുകളുണ്ട്, പിന്നെ കുട്ടികൾക്ക് വെച്ച സൈക്കിളുണ്ട്, പിന്നെ വലിയ സൈക്കിളുണ്ട്, പിന്നെ 2 സൈക്കിള് സെയിമായിട്ട് അറ്റാച്ച് ചെയ്തൊരു സംഭവമുണ്ട്. അതിനൊക്കെ വേണമെങ്കിൽ സ്റ്റാഫ് വരും, അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഓടിക്കാം. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പാർക്കിൽ നിന്നൊരു കൂട്ടുകാരിനെ കിട്ടി. അവളുടെ കൂടെ ഇപ്പോൾ ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാറും എൻ്റെ അടുത്ത് നിന്ന് മാറുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രിക്ക് ഷോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. വോളിബോൾ പാറും എൻ്റെ ടീമിൽ തന്നെ നിൽക്കുക, അങ്ങോട്ട് പോകുന്നില്ലേ. പുല്ലിലും പാറും നല്ല പവറിൽ തന്നെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാനൊരു സൂപ്പർ കിക്ക് അടിച്ചു. കറക്റ്റ് കൊണ്ടത് നമ്മുടെ കാലിക്കാണ്. നല്ല വേദന വേദനിച്ചെന്ന് തോന്നുന്നുണ്ട്. പാവമ്മ നല്ല കേൾക്കുന്ന വേദനിച്ചുണ്ട് അമ്മയ്ക്ക്. ഗൈസ്, അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് നിൽക്കുകയായിരുന്നു. പാറക്കുട്ടി പാർക്കിൽ നിന്ന് അങ്ങോട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര വാശിയാണ് അവൾക്ക്. ഗൈസ്, അപ്പം ഞാൻ നല്ല രീതിക്ക് തന്നെ ടയേർഡാണ് പാർക്കിലൊക്കെ പോയി കളിച്ചിട്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇത്രയല്ല ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ബൈ.